Hi all, once again welcome back to Nihal Perspective. Here I am discussing things through my perspective. Welcome to another new episode. ഒരു ശരാശരി വിദ്യാർത്ഥി അവൻ്റെ പഠനകാലത്ത് അവൻ പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. 10 വർഷം അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, ശേഷം 2 വർഷം പ്ലസ് ടു പഠിക്കുന്നു, അതിനുശേഷം ഡിഗ്രി എന്ന കോഴ്സ്. അപ്പോൾ ഇതാണ് ഒരു ഒഴുക്ക് അല്ലെ. നമ്മൾ പലരും പറയുന്നൊരു വാക്കാണ്, ഞാൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുക, നമ്മൾ പറയുന്നൊരു വാക്കാണ് ആ ഒഴുക്കിലങ്ങ് ഒഴുകി പോകുന്നു. ആ ഒഴുക്കിലങ്ങ് ഒഴുകി പോകുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞൊരു രീതി. 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, 2 വർഷം പ്ലസ് ടു പഠിക്കുന്നു, 3 വർഷം ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം എന്താ ചെയ്യുന്നത്, ഞാൻ ഡിഗ്രി എടുക്കാനാണ് പ്ലാൻ. ഇതാണ് ഒരു ശരിക്കും ഒരു 60% വിദ്യാർത്ഥിയുടെ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ ഒരു ചിന്ത പോവാം. കാരണം അവന് സാധ്യതകളെ പറ്റിയൊക്കെ വിവരങ്ങൾ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് അവന് കുറവായിരിക്കാം, അല്ലെങ്കിൽ അവൻ കേട്ടുവരുന്ന രീതി ഒരു ട്രഡീഷണലി ഒരു സൊസൈറ്റിയിലെ വിദ്യാഭ്യാസ മേഖല പോകുന്ന ഒരു കൾച്ചർ അങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു വഴി നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന്. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, 2 വർഷം പ്ലസ് ടു പഠിക്കുന്നു, വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിഗ്രിക്ക് പോകാന്ന് പറയാം. മെജോറിറ്റി ആളുകളും അങ്ങനെയാണ് പറയാം അല്ലേ. ശരിക്കും എല്ലാവരും ഡിഗ്രി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ് ശരിക്കും ഡിഗ്രി എടുക്കേണ്ട വിദ്യാർത്ഥികൾ? അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ ഡിഗ്രി എടുക്കേണ്ടത്? ഏത് കോളേജിൽ നിന്നാണ് നമ്മളൊരു ഡിഗ്രി പഠിക്കേണ്ടത്? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം, ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്ന ചോദ്യം, സാറേ ഈ കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ BA ഹിസ്റ്ററി പഠിച്ചാൽ എനിക്ക് ഏത് ജോലിയാണ് കിട്ടുക? BA ഇംഗ്ലീഷ് എന്തൊക്കെ തരം കോഴ്സുകളാണ് പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ ഏത് ഡിഗ്രിയാണ് സാറേ എടുക്കേണ്ടത്? ഇങ്ങനെ ഒരുപാട് നിരന്തരം ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പല രീതിയിലുള്ള കൊറീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി. ആരാണ് ഡിഗ്രി എടുക്കേണ്ടത്? ശരിക്കും ഒരു ഡിഗ്രി കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഏത് കോളേജിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. ഡിഗ്രി അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ അല്ലെ, നമ്മൾ UG ഡിഗ്രീനെ വിളിക്കുന്ന മറ്റൊരു UG. ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് PG, പോസ്റ്റ് ഗ്രാജുവേഷൻ, അണ്ടർ ഗ്രാജുവേഷൻ. അപ്പോൾ ബേസിക്കലി എന്താണ് ഡിഗ്രി? ഡിഗ്രി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ഹയർ സെക്കൻഡറി നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഡിഗ്രി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ഡിഗ്രിക്ക് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു സയൻസ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പ്രധാനപ്പെട്ട സയൻസിൻ്റെ കോർ സബ്ജക്റ്റുകളാണ് ഇന്ന് മാത്സ് വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ വരുന്ന 4 സബ്ജക്റ്റ് വരുന്നത് അല്ലേ. ഇനി കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ് വരുന്നുണ്ട്. ഇനി ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ എക്കണോമിക്സ് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും സബ്ജക്ട് വിട്ടുപോയി ക്ഷമിക്കുക. അപ്പോൾ ശരിക്കും ഹ്യൂമാനിറ്റീസുകാർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി എന്നതിനുള്ള ഒരു ഓപ്ഷൻസ് ഒരുപാട് കൂടുതൽ, ഒരുപാട് സബ്ജക്റ്റുകൾക്ക് വെറൈറ്റി സബ്ജക്റ്റ് അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ഡിഗ്രി എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു എക്കണോമിക്സ് പഠിച്ച ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ BA എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ് അവൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അവൻ അവിടെ ചെയ്യുന്നത് അല്ലേ. ഇനി അതേ BA എക്കണോമിക്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി, ഡിഗ്രി 3 വർഷം BA എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തൊരു വിദ്യാർത്ഥി ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയാണെങ്കിൽ ഏതാ അവനെടുക്കുക? MA എക്കണോമിക്സ് ആണ്. അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ വീണ്ടും അവൻ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഈ പറഞ്ഞ സബ്ജക്റ്റിന് പകരം ഇനി ഒരു കൊമേഴ്സ് കഴിഞ്ഞ് അവൻ BCom എന്ന സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ, ബാച്ചുലർ ഓഫ് കൊമേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ, അതിൽ കൂടുതലും പഠിക്കാൻ അക്കൗണ്ട്സ് ആണ്. കമ്പനി അക്കൗണ്ട്സിനെ പറ്റി പഠിക്കാൻ, ഫിനാൻസ്, അങ്ങനെ ഒരുപാട് പല മേഖലകളായിട്ട് BCom കടക്കുന്നുണ്ട്. ഇനി ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന BA ഇംഗ്ലീഷ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, BA മലയാളം, BA ഹിന്ദി സബ്ജക്റ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവിടെ കൂടുതൽ പഠിക്കാനുണ്ടായിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ പോലെ BSc സബ്ജക്റ്റ് ആണെങ്കിൽ, ബാച്ചുലർ ഓഫ് സയൻസിലേക്ക് പോകുകയാണെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യം, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ചെയ്യുന്നത്. ഇനിയാണ് എൻ്റെ ചോദ്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അക്കാഡമിക് വൈസ് ഒരുപാട് നോളജ് നേടുക എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ ഒരു എന്താണ്, എൻ്റെ ഒരു 4 വഴി പരിശോധിക്കുകയാണെങ്കിൽ, നമ്മളുള്ള എന്താണ് പിന്നിട്ട വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ശരിക്കും എൻ്റെ ഉള്ളിലുള്ള പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തുക എന്നുള്ളത്. സോ ആസ് എ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തുമ്പോൾ നിർബന്ധമായും സബ്ജക്ട് നോളജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് നിർബന്ധമായും വേണം. സോ ഞാൻ എന്തായാലും ഒബ്വിയസ്ലി ഞാൻ എൻ്റെ +2 കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. ഞാൻ BA എക്കണോമിക്സ് എടുത്തു. ആ ഒരു സബ്ജക്ട് കണ്ടന്റ് നോളജ് അല്ലെങ്കിൽ അക്കാഡമിക്സ് നോളജ് എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തു.
3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് അക്കാഡമിക് നോളജ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ കാര്യം പറയാൻ സാധിച്ചു. ആൻഡ് ബേസിക്കലി എനിക്ക് ഹയർ സെക്കൻഡറിയിൽ എനിക്ക് എക്കണോമിക്സ് സബ്ജക്റ്റ് എടുക്കാൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാക്കി പല സബ്ജക്റ്റും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കരിയർ ഒരു അക്കാഡമിക് വൈസിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് ഡിഗ്രി എന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. നേരെ മറിച്ച് പല ആളുകളും നമുക്കിന്ന് കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് നിഹാൽ പെർസ്പെക്റ്റീവ്. സോ എൻ്റെ ബാച്ചിൽ എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർ പലരും മെറിറ്റ് സീറ്റിൽ എൻ്റെ ക്ലാസ്സിൽ ശരിക്കും എനിക്ക് തോന്നുന്നു 14 പോയി ആകെ 16 സീറ്റ്സ് 60 സീറ്റാണുള്ളത്. BA എക്കണോമിക്സിൽ ഞാൻ പഠിച്ചത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഡിഗ്രിക്ക് 60 സീറ്റാണുള്ളത്. 60 സീറ്റിൽ എനിക്ക് തോന്നുന്നൊരു 15ഓളം ബോയ്സ് ഒക്കെ ഉണ്ട് ക്ലാസ്സിൽ. പക്ഷേ 15ഓളം ബോയ്സിൽ എത്ര പേര് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം നമ്മളൊരു കോളേജ് ലൈഫിലേക്ക് എത്തുമ്പോൾ അത് ബേസിക്കലി നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിലേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ചിലപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ നിങ്ങളെ പുറകെ നടന്ന് ചീത്ത പറയാൻ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് അത്ര ഒരു ഫ്രീഡം, ഒരു എഡ്യൂക്കേഷൻ ഫ്രീഡം പ്ലസ് ഒരു ക്യാമ്പസ് ഫ്രീഡത്തിലേക്കാണ് നമ്മൾ ഒരു നല്ലൊരു ഗവൺമെൻറ് കോളേജിലേക്കാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ എത്തിപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സ്പ്ലോഷർ ഈസ്, അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം. ഈ അക്കാഡമിക് ഒരു റിസൾട്ട് എന്നതിന് അപ്പുറത്തേക്ക് ഈ ക്യാമ്പസ് നമുക്ക് തരുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഒരിക്കലും നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തതിനപ്പുറത്തേക്കുള്ളൊരു സംഭവം. അപ്പോൾ അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു അക്കാഡമിക്സിലാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അക്കാഡമിക്സ് വൈസുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു കുട്ടി ഡിഗ്രി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലേക്ക് എനിക്ക് എൻ്റെ സബ്ജക്റ്റ് പഠിക്കണം, ഈ രീതിയിലേക്ക് എൻ്റെ ഫ്യൂച്ചർ അക്കാഡമിക് വൈസ് കുറച്ചും കൂടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഡിഗ്രി എടുക്കാം. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഡിഗ്രി പഠിക്കാം, ഇല്ലെങ്കിൽ എന്താണ് +2 കഴിഞ്ഞ ശേഷം എന്താണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം എന്ന രീതിയിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നു. ക്ലാസ്സിൽ കൃത്യം അല്ലെങ്കിൽ അവർക്ക് ഈ കോഴ്സിനോട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു ഡിഗ്രി പഠിക്കാം എന്ന രീതിയിൽ വരുന്നു. അത്തരം ആളുകൾ എനിക്ക് പറയുന്നത് അവരുടെ ഒരു 3 വർഷക്കാലം അവരെന്ത് ചെയ്യണം, അവർ വേസ്റ്റ് ചെയ്യണം. ബിക്കോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ചിലപ്പം പല ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഐ ആം ഡിസ്കസിങ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർ ശരിക്കും ഡിഗ്രി ഇപ്പോഴും എഴുതിയെടുക്കാൻ സാധിക്കാതെ കിട്ടാത്ത ആളുകളുണ്ട്. ഓക്കെ, ഡിഗ്രി എഴുതിയെടുക്കാൻ കഴിയും. കാരണം അവർ ഇപ്പം ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ജോലികൾ, അല്ലെങ്കിൽ ചെറിയ ജോലികൾ ഇൻ ദ സെൻസ് ഡിഗ്രി എന്നൊരു ഗ്രാജുവേഷൻ, ജസ്റ്റ് പേരൊരു ഗ്രാജുവേഷൻ മതി. അല്ലാതെ അവർ 3 വർഷക്കാലം അവർ എഫേർട്ട് എടുത്ത് പഠിച്ച ഒരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് എന്തില്ല, അവർക്ക് ഒരു ഗുണം കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഗുണം കിട്ടുന്നില്ല. സോ ഇങ്ങനെ ഒരു റിയാലിറ്റി ഈ ഡിഗ്രിക്ക് പിറകിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി ചൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക്, ശരിക്കും നിങ്ങളുടെ ഒരു ഹയർ സെക്കൻഡറി മാർക്ക്, ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, എത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടുമെന്നല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പ്രൈമൈസ്, ഞാൻ ഒരു കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ചില കോളേജുകളുണ്ട്. നമുക്കതിന് ഒന്ന് ഫറൂഖ് കോളേജ് ഉണ്ട്, വളരെ ഡിമാൻഡ് ഒരു കോളേജാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആർട്സ് കോളേജ് ഉണ്ട്, ദേവഗിരി കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്. ഇങ്ങനത്തെ മെയിൻ സ്ട്രീമിൽ സിറ്റിയിലെ ഏറ്റവും അറിയപ്പെടുന്ന കോളേജുകൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളായിരുന്നു. അപ്പോൾ ഇത്തരം കോളേജിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടേണ്ടതെങ്കിൽ, ഒരു ഫറൂഖ് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു BCom കൊമേഴ്സ് കഴിഞ്ഞ് BComന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 98% മാർക്കാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അവിടെ ലാസ്റ്റ് എടുത്തത്. 98% മാർക്ക്. ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ BSc ആയിക്കോട്ടെ അല്ലെങ്കിൽ BA ആയിക്കോട്ടെ ഒക്കെ 90 above, ഒരു 95% above മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ SC ST വിഭാഗം ആളുകൾക്ക്, റിസർവേഷനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, സീറ്റ് കിട്ടാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ സീറ്റ് കിട്ടിയ, അല്ലെങ്കിൽ എനിക്ക് ഒരു ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ എൻ്റെ അഡ്മിഷൻ കിട്ടിയ ശരിക്കും ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെയുള്ള ഒരു കാര്യം. ശരിക്കും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അഡ്മിഷൻ എടുത്തത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരുന്നു. അവിടെ ഞാൻ മുന്നത്തെ ഒരു പോഡ്കാസ്റ്റിലെ വീഡിയോ ഞാനത് പറയുന്നുണ്ട്. ഞാൻ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സ്പോട്ട് അഡ്മിഷൻ അത്. കാരണം അഡ്മിഷന് ഞാൻ വെയിറ്റ് ചെയ്യണം. എൻ്റെ ഹയർ സെക്കൻഡറി മാർക്ക് 86% ആണ് അന്ന്. അതായത് എനിക്കിത് 2013, ഏകദേശം എത്രയാണ്, 10 വർഷമായി. 2013 ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യുന്നു. ആ 2013 എൻ്റെ 86% എൻ്റെ +2ൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് BA എക്കണോമിക്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഏറ്റവും സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ഏറ്റവും അവസാന സ്റ്റേജിലാണ്. ഓക്കെ, 86% എനിക്കുണ്ട്. 10 വർഷം മുന്നേ ആണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
കോമ്പറ്റീഷൻ കൂടുകയാണ്. ആളുകൾ ആ വർഷത്തേക്കാൾ അല്ലെങ്കിൽ അന്ന് പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു കാലയളവിൽ പാസ് ഔട്ട് ആവുന്നുണ്ട്. മാർക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്. അപ്പം കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? അവിടെ കൂടും. മെറിറ്റ് ബേസിൽ ഒരു കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന സാധനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ അത്രയും പ്ലസ് ടു ഒക്കെ നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് പഠിക്കും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കും. ഡിഗ്രി അഡ്മിഷൻ എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആലോചിക്കുക, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഫ്യൂച്ചർ എന്താണ്, എൻ്റെ കോഴ്സ് എന്താണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ 3 വർഷം നമുക്ക് വേസ്റ്റായി മാറുന്നത്, അല്ലെങ്കിൽ 3 വർഷം നമ്മൾ പാഴാക്കി എന്ന് നമുക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നിങ്ങൾ കോളേജ് ലൈഫുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്സൊക്കെ പോയി അടിച്ചു പൊളിച്ചൊരു 3 വർഷം കഴിഞ്ഞു, എങ്ങനെയാണ് ഈ 3 വർഷം വേസ്റ്റ് ആവുക, അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾ അത് കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. എന്ത് ക്വാളിഫിക്കേഷൻ? SLC എന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2 എന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഡിഗ്രി എന്നൊരു ക്വാളിഫിക്കേഷൻ. ഇതെനിക്ക് ജോലി കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ല, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പഠിച്ചതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഡിഗ്രി പഠിച്ചിട്ട് വീണ്ടും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ അത്തരം ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു +2 എക്സാമിന് ഒരു 70% മാർക്കൊക്കെ വാങ്ങിയ ഒരു ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഇവർ ഈ ഒഴുക്കിൽ അങ്ങനെ നമ്മൾ ഡിഗ്രി ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രോബ്ലംസിൽ വന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ ഡിഗ്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്ന ഉത്തരം, അത് കൃത്യമായി അക്കാഡമിക്സിൽ പഠിച്ചുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് അതിൽ മാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഡിഗ്രി ചൂസ് ചെയ്യാം. അല്ലാത്ത ആളുകൾ ശരിക്കും നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ 2 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 3 വർഷക്കാലം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ്, അത് നിങ്ങളെ ഒരു ഇഷ്ടം എന്നതൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം? അപ്പോൾ ഒരു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, പല മേഖലയിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി ഒരു കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നടക്കുന്ന സാധനം CA CMA ഒക്കെ കോഴ്സുകളൊക്കെ. പലരും കാണുന്ന പരസ്യങ്ങളില്ലേ, 21ാം വയസ്സ് ലൈഫ് സെറ്റ്. അപ്പോൾ പലരും ഒരു 17 വയസ്സിൽ ഞാൻ +2 കഴിഞ്ഞു, ബാക്കി 18, 19, 20, 21 ഏകദേശം 3 വർഷക്കാലത്ത് ഞാൻ ഈ CMAക്ക് വേണ്ടി അല്ലെങ്കിൽ CAക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, എൻ്റെ ലൈഫ് സെറ്റ് 20. ആ ഒരു ടാഗ് ലൈനിൽ പല ആളുകളും ആകർഷകരായി പോകുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആളുകൾ പാസ് ഔട്ടായി വരുന്നത് വളരെ റയർ കേസാണ് CAയുടെ ഒരു പാസ് ഔട്ട് നിരക്കൊക്കെ. അപ്പോൾ ഇത്തരം പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരു പ്രൊഫഷൻ പഠിക്കുക. അപ്പോൾ ഈ പരസ്യത്തിൽ മയങ്ങി പോകുന്നതിനപ്പുറത്തേക്ക് എൻ്റെ വിഷൻ അതാണ്, ഞാനിതിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ തയ്യാറാണ് എന്നൊരു ബോധം വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അത് ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ, ചിലപ്പോൾ നിങ്ങളൊരു ടീനേജ് കഴിഞ്ഞ് ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നത് എനിക്കറിയില്ല. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഒരു ഹാർഡ് വർക്ക് എന്നൊരു സാധനം ഇതിൻ്റെ കൂടെ കൂടിയേ തീരൂ. ഓക്കെ, ഇനി മറ്റു ചില കോഴ്സുകളുണ്ട്. ഇനി +2 കഴിഞ്ഞ ആളുകൾക്ക് എടുക്കാൻ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇപ്പോൾ ഈ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എടുക്കാം LLB, അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ലോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ബിരുദം എടുക്കാം. അഡ്വക്കേറ്റ് ഒക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതായത് നിങ്ങളൊരു LLB എൻറോൾ ചെയ്യപ്പെടുന്ന ഒരാളായി നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ജോലിയുണ്ട്. നിങ്ങളുടെ സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് എവിടെയും വളരെ ഹൈറ്റിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് എന്ത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞ LLB എന്നൊരു കോഴ്സ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്കില്ല് കൂടി അതിന് അത്യാവശ്യമാണ്. ഒരുപാട് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾ പഠിക്കുന്ന മറ്റൊരു സൈക്കോളജി എന്നാണ് കോഴ്സ് പഠിക്കുന്നത്. സൈക്കോളജി ഒക്കെ ഇപ്പോൾ എല്ലാ ഓഫീസിലും സ്റ്റാഫിലൊക്കെ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ വർദ്ധിച്ചു വരിക. അപ്പോൾ സൈക്കോളജി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മാനസിക ഡിപ്രഷൻ ആ ഒരു തലത്തിലേക്ക് ആളുകൾ പോകുന്നത്. അവിടെയൊക്കെ ഈ സൈക്കോളജിസ്റ്റിനും ഇവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടി വരിക. ഞാൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബൂസ്റ്റ് ചെയ്യില്ല, ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത്. അതായത് എനിക്ക് അക്കാഡമിക്സ് വൈസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒബ്വിയസ്ലി അവർ ഡിഗ്രി തന്നെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഗ്രാജുവേഷൻ ചൂസ് ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഇനി നിങ്ങൾ എവിടെ ഡിഗ്രി പഠിക്കണം എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ ഞാൻ ആക്ഷേപിക്കുകയൊന്നുമല്ല. ഒരു ഡിഗ്രി 3 വർഷക്കാലം നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു 3 വർഷക്കാലം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ തോന്നണമെങ്കിൽ നിങ്ങളതൊരു ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കണം.
ഗവൺമെൻറ് കോളേജിൽ ആ ഒരു കോളേജ് എന്താ പറയുക, ഒരു കോളേജ് ക്യാമ്പസ് വൈബിൽ ആ കോളേജിൽ നടക്കുന്ന അവിടെ കോളേജിൽ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം, കോളേജിൽ ആർട്സ് ഫെസ്റ്റുകൾ ഉണ്ടായിരിക്കാം, കോളേജിൽ പ്രണയങ്ങൾ ഉണ്ടായിരിക്കാം, ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രുചി അറിഞ്ഞുകൊണ്ട് ശരിക്കും നിങ്ങൾ ഒരു 3 വർഷക്കാലം കഴിഞ്ഞ് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് അതർ ദാൻ അക്കാഡമിക്സിന് അപ്പുറത്തേക്ക് നിങ്ങളെ ഒരാളായി മാറുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. കാരണം അത് നമ്മൾ എവിടെ പൈസ കൊടുത്താലും കിട്ടാത്തൊരു കോഴ്സാണ് ഈ ഒരു ക്യാമ്പ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ +2 വരെ ഒരേ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അതേപോലെ തന്നെ എല്ലാം എൻ്റെ ഏറ്റവും നിയർ ബൈ ആയിരുന്നു എൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അധികം യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ വളരെ നിയറസ്റ്റ് ആയിട്ട് ചെറിയൊരു സറൗണ്ടിങ്സിലാണ് എൻ്റെ ആ കാര്യങ്ങൾ നടന്നു പോകുന്നത്. എന്നാൽ അതിനുശേഷം ശരിക്കും ഞാനൊരു കോളേജ് ലൈഫിലേക്ക് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ ഒട്ടുമിക്ക പല സ്ഥലത്തുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു A to Z കാറ്റഗറി ആളുകളുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ ഒരുപാട് ശരികളുണ്ടായിരുന്നു, ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. തെറ്റിനൊക്കെ മാറ്റി നിർത്താനും ശരിയൊക്കെ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈഫ് നമ്മൾ പഠിക്കും, ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ക്യാമ്പസ് എന്ന് പറയുന്നത്, അത് ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. ആ ഒരു വൈബ് ഉണ്ട്, അത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന. അല്ലേ, ഇപ്പം ഞാനൊക്കെ പഠിച്ച കോളേജിൽ ഒരു 3 വർഷം കൃത്യമായി പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്കാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, അത് അവനെ എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ല അവൻ ജീവിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇത്തരം ഗവൺമെൻറ് കോളേജിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. ഓക്കെ, ഇനി ഡിഗ്രിയുടെ കൂടെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സാർ ഈ ഡിപ്ലോമ കോഴ്സ്? ഡിഗ്രിയോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ. അപ്പോൾ ഈ ശരിക്കും ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു 3 വർഷക്കാലം ഒരു ലോങ് ടേം പീരീഡിൽ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഡിഗ്രി ഇന്നിപ്പോൾ ഒരു 4 വർഷത്തെ കോഴ്സായി ഇൻറ്റിഗ്രേറ്റഡ് ഡിഗ്രി ആയി മാറുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിലൊരു വ്യത്യാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഡിപ്ലോമ ഒരു പ്യുവർലി ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ് ഈ ഡിപ്ലോമ എന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ ഡിപ്ലോമ ചെയ്യുമ്പോൾ ചിലപ്പോൾ 6 മാസം 1 വർഷക്കാലമൊക്കെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കാം. അത് കഴിയുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ നമ്മൾ പാകമാവും. അത് ഏത് ഡിപ്ലോമയാണോ നമ്മൾ എടുക്കുന്നത്. ഡിഗ്രി അങ്ങനെയല്ല. ഡിഗ്രി കുറച്ചും കൂടി അക്കാഡമിക്സിനെ എന്ത് ചെയ്യുന്നതാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്, കുറേ സമയം എടുക്കുന്നതാണ്. കുറച്ചും കൂടി ചിലപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ നമുക്ക് വലിയ ഫീസും കാര്യങ്ങളും ഉണ്ടാവില്ല. നേരെ വർഷമാണെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ് കൂടിയായിരിക്കും ചിലപ്പോൾ ഡിഗ്രി. അപ്പോൾ ഏതാണ് സാറേ, ഡിഗ്രിയാണ് ഞാൻ എടുക്കേണ്ടത്, ഡിപ്ലോമ ഞാൻ എടുക്കേണ്ടത്? നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കാം. ഓക്കെ, ഇനി ഒരു ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുക ഡിഗ്രിയാണ്. ഒരു ഡിഗ്രിയുള്ള ആൾക്കും ഡിപ്ലോമ ഉള്ള ആരുടെയും ഒരു ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഇനി PSC ആയിക്കോട്ടെ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്തുണ്ടായിരിക്കും, ഡിഗ്രി ക്വാളിഫിക്കേഷന് അതിൻ്റെതായ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഡിപ്ലോമയെക്കാളും വാല്യൂ കൂടിയത് തന്നെയാണ് ഈ ഡിഗ്രി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഡിഗ്രിയെ പറ്റി പറയുമ്പോൾ 4 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് ഈ വർഷം മുതൽ വരാനിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പലർക്കും അതിനെ പറ്റി സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എക്സ്പേർട്ട് ആ ഒരു ടോപ്പിക്കുമായുള്ള ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യണം, നിർബന്ധമായി റെഫർ ചെയ്യണം. അപ്പോൾ ശരിക്കും 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ശരിക്കും 3 വർഷം കഴിഞ്ഞാൽ അവന് പോവാം. 3 വർഷക്കാലം വരെ പഠിച്ചിട്ട് അവന് ഡിഗ്രി കിട്ടും. എന്നാൽ അവൻ എക്സ്ട്രാ 1 വർഷം കൂടി പഠിക്കും. ആ ഡിഗ്രി എന്താ, ഹോണേഴ്സ് ഡിഗ്രി എന്ന പേരിൽ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ റിസർച്ച് അത്തരം കാര്യങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പറയപ്പെടുന്ന 4 വർഷത്തെ ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ PG കഴിഞ്ഞാലാണ് നെറ്റ് എക്സാം എഴുതാൻ കഴിയും, അല്ലേ? അപ്പോൾ അത് ഈ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിലേക്ക് നെറ്റ് എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ 4 വർഷത്തെ ഡിഗ്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിന് ഒരു ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഗ്രി എന്ന സബ്ജക്റ്റ് നിങ്ങൾ എടുക്കണോ വേണ്ടേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അതായത് ഞാൻ പഠിക്കും, ഈ 3 വർഷക്കാലം ഞാൻ നന്നായി പഠിക്കും, ഡിഗ്രി ഞാൻ പാസ്സാവും. കാരണം ഡിഗ്രിക്ക് എടുക്കുന്ന എസ്പെഷ്യലി മെജോറിറ്റി ബോയ്സിലാണ് ഈ ഒരു ടെൻഡൻസി കാണുന്നത്. നമ്മൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ആ വൈബിലേക്ക് നമ്മൾ അങ്ങ് പോകും. കാരണം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതും. ഫസ്റ്റ് ടൈം എക്സാം നമ്മൾ ഡിഗ്രി നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്താണ്, അതിൻ്റെ ആവേശത്തിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ കയറും. നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതും. ചിലപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ഒരു പകുതി കഴിയുമ്പോഴേക്കും ആ ഇടയ്ക്ക് നമ്മൾ സെക്കൻഡ് സെം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ റിസൾട്ട് വരാൻ വൈകുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്ന ഒരു സാധനം നമ്മളങ്ങ് പോകും. പിന്നെ നമ്മൾ ആ കോളേജിൻ്റെ വൈബിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് അങ്ങ് പോവുക ചെയ്യാം. പലപ്പോഴും ഈ കോളേജിലെ ഫ്രണ്ട്ഷിപ്പുകൾ അത് പോസിറ്റീവാണ്, നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കിടയിൽ ചിലപ്പോൾ ചില ബാഡ് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നതായിരുന്നു പലപ്പോഴും കാണാറുണ്ട്.
നമ്മൾ പല സ്മോക്കിംഗ് ഹാബിറ്റ്സിലേക്ക് പോകുന്നു, നമ്മൾ ലിക്വറിങ് ഹാബിറ്റ്സിലേക്ക് പോകുന്നു. എത്രത്തോളം ആളുകൾ ഇതിന് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം കംപ്ലീറ്റ്ലി ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ അത് സിഗരറ്റ് ആയിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, വാട്ടർ ഇറ്റ് ഇസ്, അതിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. പല ആളുകളും ഈ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ, കോളേജ് ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ വഴി എന്താണ് മാറി ചിന്തിച്ച് പോയി അല്ലെങ്കിൽ അതിലൊക്കെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. പേഴ്സണലി ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്ന ഒരു സാധനം കൊണ്ടാണ് ഞാൻ ഇവിടെ തുറന്നു പറയുന്ന ഒരു സാധനം. പല ആളുകളും അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ പല രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇവിടെയൊക്കെ ഒരു പോസിറ്റീവ് വേ, ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ശരി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ക്യാമ്പസ് ലൈഫ്, 3 വർഷത്തെ ക്യാമ്പസ് ലൈഫ് കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ഓരോ കോളേജിലും എത്രത്തോളം പെർസെൻറ്റേജ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഓരോ സബ്ജക്റ്റും 90 above ഉള്ള മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ജനറൽ കാറ്റഗറിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുക. പിന്നെ ഈ പറഞ്ഞ OBC ഉണ്ട്, അതുപോലെ തന്നെ SC ST സംവരണ സീറ്റുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതേപോലെ ചില കോളേജ് ടീച്ചേഴ്സായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 78% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് ഈ SC ST വിഭാഗത്തിൽ. അതുപോലെ തന്നെ 60% ആളുകൾക്ക് SC ST കാറ്റഗറി അല്ലെങ്കിൽ ആ വിഭാഗം ആളുകൾ സംവരണ സീറ്റിൽ നിന്നുണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ OBC വിഭാഗം ആളുകൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഈ സംവരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംവരണ സീറ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നത്, നമുക്ക് അധികം ഒരു താഴോട്ടുള്ള മാർക്ക് നമ്മൾ പലപ്പോഴും കാണാൻ കഴിയില്ല. കാരണം ഇതിൽ ഒരുപാട് ആളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, പല കാറ്റഗറികൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 85 above മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് പലപ്പോഴും ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പല ആളുകളുടെയും ഇപ്പോൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത പല ആളുകളുടെയും മാർക്ക് ഞാൻ പരിശോധിക്കുമ്പോൾ, അവർ പറഞ്ഞ മാർക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മെജോറിറ്റി ആളുകളുടെ മാർക്ക് വരുന്നത് ഒരു 75 അല്ലെങ്കിൽ 70 to 80-85% ഇടയിലുള്ള മാർക്കാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോഴാണ് നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുന്നത് നമ്മുടെ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ ആ ദിവസം ആരാണോ അഡ്മിഷന് വേണ്ടി പോയത് അവരുടെ അതിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണ് അവർക്ക് അഡ്മിഷൻ കൊടുക്കും. ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് കൃത്യമായി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയിക്കും, കൃത്യമായി അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് സാറേ എനിക്ക് അഡ്മിഷൻ കിട്ടുക നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചോ. അത് ഓരോ കോളേജ് വൈസ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. കോളേജ് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ കോഴ്സുമായി ചില എങ്കിലും ഒരു നമുക്കൊരു നോർമൽ ഒരു റാഷണലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 85% എബോവ് അല്ലെങ്കിൽ ഒരു 85 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സംവരണം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഒരു ജനറൽ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 90% മേലോട്ടുള്ള ആളുകൾ മാത്രം എന്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരുന്നാൽ മതി, ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടും എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നാൽ മതി. ഇനി നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു സുവർണാവസരം ഈ CUT എക്സാമുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള എക്സാമുകളുണ്ട്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമ്പിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറഞ്ഞ രീതിയിൽ എൻട്രൻസ് ആണ് നമ്മളെ മാർക്കല്ല അവിടെ നോക്കുക. നമ്മൾ ആ എൻട്രൻസ് നന്നായി പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് ചെയ്ത് നമ്മൾ തയ്യാറാണെങ്കിൽ ആ എൻട്രൻസിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി വരാനിരിക്കുന്ന വർഷത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ CUT, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളും അവിടെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി. കാരണം ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ നമുക്കറിയാം +2 കഴിഞ്ഞാൽ തന്നെ പല ആളുകളും അബ്രോഡിലേക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്. പല ആളുകളും പഠിക്കാൻ വേണ്ടി പുറത്തൊക്കെ പോകാറുണ്ട്. അത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യണം, വർദ്ധിച്ചിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ വളരെ റയർ സീറ്റുകളാണുള്ളത്, അല്ലെ, വളരെ കുറച്ച് ഗവൺമെൻറ് സീറ്റുകളുള്ളൂ. അത് വെച്ച് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരുപാട് സീറ്റുകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മികച്ച ഫാക്കൽറ്റിയോടൊപ്പം മികച്ച അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഗ്രാജുവേഷൻ കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ നിർബന്ധം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷയവുമായി നിങ്ങൾ ആരെങ്കിലും ഡിസ്കഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിർബന്ധമായി നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഡിഗ്രി ചൂസ് ചെയ്യണം വേണ്ടേ, നിങ്ങളത് തീരുമാനിക്കുക തന്നെ വേണം. എന്താണ് എൻ്റെ ഫ്യൂച്ചർ ആഫ്റ്റർ 3 ഇയർ, ഞാൻ എന്ത് ആളായിട്ടാണ് അല്ലെങ്കിൽ ഔട്ട്കം വരേണ്ടത്, ഞാൻ എന്തായിട്ടാണ് ഫ്യൂച്ചറിൽ അറിയപ്പെടേണ്ടത് എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആർക്കൊക്കെ ഡിഗ്രി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി കിട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 85% to 95 ഇതിൻ്റെ ഇടയിലുള്ള കുട്ടികൾ,
95 അപ്പോൾ എന്തായാലും കിട്ടും. ഈ കുട്ടികൾക്കായിരിക്കും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളൂ. അപ്പോൾ ഇവരെ ശരിക്കും കളിയിലുള്ളൂ. ഒരു 90% മേലെ മാർക്കുള്ള ആളുകളെ ശരിക്കും ഈ ഒരു കളിയിലുള്ളൂ. ബാക്കിയുള്ളവർക്ക് മെറിറ്റ് സീറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. ആൻഡ് ഡിഗ്രി നമ്മൾ എവിടെ ചെയ്യണം? ഡിഗ്രി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതൊരു ഗവൺമെൻറ് കോളേജിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ബിക്കോസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ 3 വർഷക്കാലം നമ്മുടെ ലൈഫിൽ വലിയ മാറ്റമാണ്. അക്കാഡമിക്സ് വൈസ് പേഴ്സൺ, നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. സോ വൈസായിട്ട് നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചൂസ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ കാര്യം ഡിഗ്രി എന്നൊരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയവുമായി നിങ്ങളുമായി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കും, പല ആളുകളും ഇതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അവരുടെ കമൻസും എനിക്ക് താഴെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാരണം നിങ്ങളുമായി ഇതൊരു ഡിസ്കഷനാണ് ശരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന അപ്പുറത്തേക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, ഒരു ലൈക്കും തരാം. താങ്ക് യു.